ഹായ് കൂട്ടുകാരെ, നമുക്കൊന്ന് ഒരു കഥ പറഞ്ഞാലോ? കഥയുടെ പേര് ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ. കൂട്ടുകാരെ, നമ്മെ സൃഷ്ടിച്ചത് ആരാണെന്ന് അറിയണ്ടേ? ദൈവവചനമായ ബൈബിൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ദൈവം ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ആദാം എന്ന് പേരിട്ടു. ഭൂമിയിൽ നിന്നുള്ള പൊടിയിൽ നിന്നും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനോഹരമായ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു. ആദാമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഈ മനോഹരമായ ഭൂമി ഉണ്ടാക്കി. ദൈവം പടിപടിയായി മലകൾ, പുൽപ്രദേശം, ആകാശം, സുഗന്ധമുള്ള സസ്യലതാദികൾ, വലിയ മരങ്ങൾ, വലിയ ചിറകുള്ള പക്ഷികൾ, മൂളുന്ന തേനീച്ചകൾ, വലിയ തിമിംഗലം, ഒച്ചുകൾ, ഇവയെല്ലാം ദൈവം സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യനോ വസ്തുക്കളോ സ്ഥലമോ ഇല്ലായിരുന്നു. മുകൾ ഭാഗമോ താഴ്ഭാഗമോ ഇന്നലെയോ നാളെയോ ഇല്ലായിരുന്നു. ആരംഭമില്ലാത്തതായ ദൈവം മാത്രം. അതിനുശേഷം ദൈവം പ്രവർത്തിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. ദൈവം വെളിച്ചത്തെ പകൽ എന്നും ഇരുളിനെ രാത്രി എന്നും വിളിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. രണ്ടാം ദിവസം വിതാനത്തിനു കീഴെയുള്ള വെള്ളവും മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. രണ്ടാം ദിവസം ഉണങ്ങിയ നിലം കാണട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം കൽപ്പിച്ചു, പുല്ലും വിത്തുള്ള ചെടികളും അതത് തരം വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ. അങ്ങനെ സംഭവിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. ശേഷം ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി. എണ്ണുവാൻ കഴിയാതെ വണ്ണം നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി നാലാം ദിവസം. ജലജന്തുക്കൾ, മീൻ, പക്ഷികൾ എന്നിവയെയും ദൈവം സൃഷ്ടിച്ചു. അഞ്ചാം ദിവസം. വലിയ മീനുകളും ചെറിയ മീനുകളും കാൽ നീളമുള്ള ഒട്ടകപ്പക്ഷികളെയും വെള്ളത്തിൽ വസിക്കുന്ന സകലത്തിനെയും ആകാശത്തിൽ പറക്കുന്ന എല്ലാത്തരം പക്ഷികളെയും ദൈവം ഉണ്ടാക്കി. സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം. അതിനുശേഷം ദൈവം വീണ്ടും കൽപ്പിച്ചു, ഭൂമിയിൽ നിന്ന് അതത് തരം ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ. എല്ലാത്തരം ജന്തുക്കൾ, പ്രാണികൾ, ഇഴജന്തുക്കൾ എന്നിവയുണ്ടായി. ഭൂമിയെ കുലുക്കുന്ന ആനകൾ, തിരക്കുള്ള നീർനായ, അച്ചടക്കമില്ലാത്ത കുരങ്ങ്, വൃത്തികെട്ട മുതലകൾ, ശരീരത്തിൽ പുളയ്ക്കുന്ന പുഴുക്കൾ, മണ്ണിൽ മാളമുണ്ടാക്കുന്ന അണ്ണാൻ, കഴുത്തു നീളമുള്ള ജിറാഫ്, കുറുകുന്ന പൂച്ചകൾ, എല്ലാത്തരം ജീവികളെയും ദൈവം ഉണ്ടാക്കി. സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം. ആറാം ദിവസം വേറെ ചില കാര്യങ്ങൾ കൂടെ ദൈവം ചെയ്തു. ഒരു പ്രത്യേകമായ കാര്യം. മനുഷ്യനു വേണ്ടിയുള്ള എല്ലാം ശരിയായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള ഭക്ഷണം, മനുഷ്യനെ സഹായിക്കുവാനുള്ള മൃഗങ്ങൾ എന്നിവ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കാം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവസ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവം ആദാമിനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. ദൈവം സകല മൃഗങ്ങളെയും പക്ഷികളെയും
പേരിടുവാനായി ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ആദാം എല്ലാത്തിനും പേരിട്ടു. എല്ലാത്തിനും പേരിടുവാൻ ആദാമിന് നല്ല ബുദ്ധിയുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഒന്നിലും തനിക്ക് ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവം ആദാമിന് ഒരു ഗാഢനിദ്ര കൊടുത്തു. ഗാഢനിദ്രയിലായിരുന്ന ആദാമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയ സ്ത്രീ ആദാമിന് തക്ക തുണയായി. 6 ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി. 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് വിശ്രമ ദിവസമായി. ഏദെൻ തോട്ടത്തിൽ ആദാമും അവൻ്റെ ഭാര്യയായ ഹവ്വയും സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. ദൈവം അവരുടെ കർത്താവും കരുതുന്നവനും സ്നേഹിതനുമായിരുന്നു. ഹായ് കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന ബൈബിൾ കഥകൾ, ചെറിയ ചെറിയ ബൈബിൾ ചിന്തകൾ, മലയാളം ഓഡിയോ ബൈബിൾ, മറ്റ് സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഇവ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. ആമേൻ.